അപ്പോൾ കുറേ കാലത്തിന് ശേഷം വീണ്ടും സ്റ്റുഡിയോയിലോട്ട് എത്തി. ഇവിടെ ഫ്രീ ആയിട്ട് ലിപ്സ്റ്റിക് കിട്ടുന്നുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് 2 ഷെയ്ഡ് എടുത്തിക്കുക. ഏതൊക്കെയാ? നല്ല ഷെയ്ഡല്ലേ? ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. പ്രീതി, ഇതാണ് ഏതെടുത്താലും 5 രൂപയുള്ള കട. നമ്മുടെ ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഞങ്ങളിവിടെ വന്നതല്ലേ. ഏതെടുത്താലും എത്ര രൂപ? ഫെജിയുടെ ഓപ്പോസിറ്റ് ഒരു ക്രിസ്മസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ്, അങ്ങനെയാണ് ആ ഷോപ്പിൻ്റെ പേര് അവിടെ എഴുതിയിരിക്കുന്നത്. ഫെജിക്കാരുടെ തന്നെയാണെന്ന് തോന്നുന്നു. ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത, എനിക്കൊന്ന് ഇമ്പോർട്ടൻ്റ് പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഒരുപാട് ക്രിസ്മസ് ഡെക്കറേറ്റിംഗ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് വെറൈറ്റി സാധനങ്ങളാണ് അവിടെ ഉള്ളത്. എല്ലാ തരത്തിലുള്ള ക്രിസ്മസ് ട്രീസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഡാർക്ക് ഷെയ്ഡ് ഉള്ളതും ലൈറ്റ് ഷെയ്ഡ് ഉള്ളതും ഡാർക്കും ലൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ളതും, പിന്നെ നമ്മുടെ മഞ്ഞിൻ്റെ പോലുള്ള ടൈപ്പും. പ്രീതി, നമ്മുടെ വീട്ടിൽ എന്തിനായി ക്രിസ്മസ് റീത്ത് വെക്കുന്നതിൻ്റെ പിന്നിലൊരു നിനക്കറിയാമോ? എന്താണെന്നറിയാമോ? പ്രത്യാശ. അതായത് ഇപ്പം ഈ മഞ്ഞ് എന്ന് പറഞ്ഞ മഞ്ഞുകാലമല്ലേ, ഫുൾ ഇലയെല്ലാം നശിച്ച് അങ്ങനെ ഒരു ടൈമാണല്ലോ. അപ്പോൾ ഈ കാലവും കടന്നു പോകും എന്നുള്ള രീതിയിലാണ്. ഇതാണ് ക്രിസ്മസ് റീറ്റിൻ്റെ പിന്നിലുള്ള സ്റ്റോറി. നമ്മളിപ്പോൾ നമ്മുടെ പുത്തമ്പള്ളിയിലോട്ട് എത്തിയിരിക്കുകയാണ് അല്ലേ. ഇത് നമ്മുടെ പള്ളിയിൽ ക്രിസ്മസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഗോ ടു ബെത്ലഹേം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 1000 അമ്മമാർ ചേർന്നിട്ട് ക്രിസ്മസ് കരോൾ സോങ് പാടുന്നത്. ഞങ്ങളും അതിൽ പങ്കെടുത്തായിരുന്നു. ഇതെന്തോ ഗിന്നസിലൊക്കെ കയറുമെന്നാണ് പറയുന്നത്. 1000 അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും. ഇപ്പോൾ എത്ര പേരുണ്ടെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ അവർ തന്നെ തന്നെയാണ് ഈ ലൈറ്റ് നമുക്ക് അതൊരു ഗിഫ്റ്റായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾ ഗിന്നസ് റെക്കോർഡിൽ കയറും. അതായത് 300 ഉണ്ണീശോയും 300 മാലാഖമാരും 300 ഔസേപിതാവും 300 മാലാഖമാരും ചേർന്നിട്ടാണ് ഈ ഫ്ലോറ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. നമ്മുടെ യുവ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, മാലാഖയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് തണ്ട ഈ ലൈറ്റാണ്. ഇത് നമ്മുടെ യുവയെ മാലാഖയായിട്ട് ഒരുക്കിയതാണ്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഡിസംബർ 27 നമ്മൾ തൃശ്ശൂർക്കാർക്കെല്ലാം അറിയാമല്ലോ, ബോൺ മത്താലെ കാണാൻ പോയി. തൊട്ടടുത്തൊരു ഇന്ത്യ ഹെറിറ്റേജ് ഉണ്ട്, നമ്മളിപ്പോൾ അവിടേക്കും കൂടി കയറി. ഇവിടെ തൃശ്ശൂരിലെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ഹോട്ടലിലും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ തോംസൺ ഗാസ ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു ഗുഹയുടെ സെറ്റപ്പ് പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ കസിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വിശേഷങ്ങൾ കണ്ടാലേ പ്രീതി എന്തെങ്കിലും നീ പറയൂ, വാടിച്ചൊക്കെയത്. ഞാൻ നല്ല ഓർക്ക ക്ഷീണത്തിൽ വന്നിരിക്കും. അവിടുന്ന് കേറിയപ്പോ ഉറങ്ങാൻ തുടങ്ങി, ഇവിടെ വന്നിട്ടാണ് എണീറ്റത്. അത് ചുമ്മാതാ ഗൈസ്, ഞാൻ കുറച്ചു നേരം ഉറങ്ങിയതേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ വിശേഷം കണ്ട നമ്മുടെ ഷെഫ് നിമ്മിയാണ് ഇന്ന് നമുക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നിമ്മി ഞങ്ങളുടെ റിലേറ്റീവ് മാത്രമല്ല എൻ്റെ സീനിയറും കൂടി ആയിരുന്നു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പരിചയമുണ്ട്. എത്തിയിരിക്കുകയാണ് എന്നോട് തന്നെ. ഇതാണ് നമ്മുടെ സോജോ മാമൻ. പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു യൂട്യൂബ് അങ്ങോട്ടല്ല. എല്ലാവർക്കും കേക്ക് മുറിച്ച് പകർന്ന് നൽകുകയാണ്. പണ്ടത്തെ റിട്ടയർഡ് ആയിട്ടുള്ള ഹെഡ് മിസ്ട്രസ് ആണ് നിൽക്കുന്നത് അല്ലേ. അങ്ങനെ 2024 എന്ന് പറഞ്ഞ ഒരു വർഷം കൂടി നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇനി ഇതെല്ലാം ഒരു ഓർമ്മയായിട്ടേക്കും. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്.